ഹലോ 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 ഇന്നുണ്ടല്ലോ, ഇന്ന് വെള്ളിയാഴ്ച. ദീപാവലിക്ക് ഇന്ന് നാട്ടിലൊന്നും പോകാൻ പറ്റില്ല. അപ്പോൾ ഇന്ന് വെറുതെ വീട്ടിലിരിക്കുന്ന ആലോചിച്ചപ്പോൾ ഞാൻ എന്താ വെച്ചാൽ ഒരു കപ്സ് ഉണ്ടാക്കിയാലും ആലോചിച്ച്. അധികമൊന്നുമില്ല കേട്ടോ, ഒരു അര കിലോ കപ്സായിട്ട് വെക്കാൻ പോകുന്നത്. കുറച്ച് നമ്മളെന്താ വെച്ച് കഴിഞ്ഞാൽ അതാകുമ്പോൾ ബാലൻസ് ആയി പോകും. അതായത് ഇനിയിപ്പോൾ ഇല്ല വീക്കെൻഡ്സ് പറഞ്ഞു കഴിഞ്ഞാൽ ശനിയാഴ്ച, ഞായറാഴ്ച, തിങ്കളാഴ്ച ലീവാണ്. അപ്പോൾ കപ്സ മാത്രം ഒന്നും നടക്കില്ല. അപ്പോൾ ഇന്ന് ഉണ്ടാക്കി കഴിഞ്ഞ് കഴിഞ്ഞാൽ നാളെ രാവിലെ തിന്നാം, എക്സ്പെൻസ് കുറക്കാം, അങ്ങനെയൊക്കെ വിചാരിച്ചിട്ടാണ് കപ്സ ഉണ്ടാക്കിയ പരിപാടി. കപ്സ ഞങ്ങളുടെ നാട്ടിൽ കിട്ടുന്നത് വേറൊരു സാധനമാണ്, 5 സ്റ്റാറിന് എന്തൊരു കപ്സ മസാല. ഇതിവിടെ ഫോക്കസ് ഉണ്ടോ, ബേക്കേഴ്സ് അങ്ങനെ ഒരു സാധനമാണ്. ഓക്കെ, അപ്പോൾ കപ്സ ഉണ്ടാക്കാൻ അധികം കുറേ സാധനമൊന്നും വേണ്ട. ഞാൻ കപ്സ ഉണ്ടാക്കാൻ ഷോർട്ടായിട്ട് സാധനം ഉണ്ടാക്കി പറഞ്ഞുതരാം, സിമ്പിളായിട്ട്. ഫസ്റ്റ് നമുക്ക് കുക്കർ വേണം. കുക്കർക്ക് ഫസ്റ്റ് ഒരു സൺഫ്ലവർ ഓയിൽ വയ്ക്കുക, എന്നിട്ട് ഒഴിച്ച് കഴിഞ്ഞിട്ട് സവാള ഇടുക. സവാള ഇട്ട് കഴിഞ്ഞിട്ട് കുറച്ച് ഇഞ്ചി വെളുത്തുള്ളി പേസ്റ്റ്, ഇഞ്ചി വെളുത്തുള്ളി ചതച്ചത് നേരെ അയക്കിടുക. അയക്കിട്ടിട്ട് ശേഷം എന്നിട്ട് എന്നിട്ടിപ്പോൾ എന്നിട്ടേക്ക് ടൊമാറ്റോ കെച്ചപ്പ് വേണം, കരിവേപ്പിലിടണം, കുറച്ച് മല്ലിയിടും. ഇതൊരു ഓർഡറൊന്നും അല്ല കേട്ടോ, ഇങ്ങനെ ഇത് ഞാൻ പറഞ്ഞതാണ്. അപ്പോൾ അതൊക്കെ ഇടുക, എന്നിട്ട് അടക്കുക. എന്നിട്ട് അതിലേക്ക് നേരെ ചിക്കൻ ഇടുക. ചിക്കൻ ഇട്ട് കഴിഞ്ഞപ്പോൾ തന്നെ മന്തിൻ്റെ കപ്സൻ്റെ ഈ മസാല ഇടുക. അതിട്ട് കഴിഞ്ഞിട്ട് ശേഷം പിന്നെ ചിക്കൻ നല്ലപോലെ ഇങ്ങനെ ഇളക്കി കഴിഞ്ഞിട്ട് നല്ലപോലെ മിക്സ് ആക്കിയിട്ട് സാധനം കുറച്ച് വെള്ളം വരിക. എന്നിട്ട് ഉപ്പ് നോക്കിയിട്ടില്ല, ഉപ്പ് ഇത്തിരണം കുറച്ച് ചിക്കനിക്ക് പിടിക്കാൻ മാത്രം. എന്നിട്ട് നേരെ പിന്നെ ടൊമാറ്റോ കെച്ചപ്പ് ഇടണം കേട്ടോ. തക്കാളിക്കല്ല, സവാളയ്ക്ക് ടൊമാറ്റോ കെച്ചപ്പ് ഇടണം. എന്നിട്ട് ഇങ്ങനെ ഇളക്കി കഴിഞ്ഞിട്ട് എന്നിട്ട് ചിക്കനൊക്കെ ഇട്ടിട്ട് സെറ്റാക്കിയിട്ട് ഒരു 3 വിസിൽ കഴിഞ്ഞിട്ട് ചിക്കൻ വന്നിട്ടുണ്ടാവും. ചിക്കൻ വന്നു കഴിഞ്ഞ ശേഷം മാറ്റിയിട്ട് ആ വെള്ളത്തേക്ക് ചോറുക്ക് ഞാൻ എങ്ങനെ എടുക്കുകയെന്ന് വെച്ച് കഴിഞ്ഞാൽ വലിയൊരു കപ്പ് എടുക്കുകയാണെങ്കിൽ ആ കപ്പിൻ്റെ ഒരട്ടി, അതായത് 2 ഗ്ലാസ് വെള്ളം. എന്നിട്ട് എടുത്തിട്ട് നേരെ ചോറ് ഈ ഫ്ലാഷ് അടിച്ച് കഴിഞ്ഞാൽ അപ്പോൾ ഞാൻ വിയർക്കും. ഞാനിങ്ങനെ യൂട്യൂബിൽ പിടിച്ചിരിക്കുക, അപ്പോൾ വിയർക്കും. അപ്പോൾ അത് വെച്ച് കഴിഞ്ഞാൽ എന്നിട്ട് ചോർക്ക് വെള്ളം പാർന്ന് കഴിഞ്ഞിട്ട് നേരെ നമ്മൾ ഇടേണ്ടത്, അപ്പോഴാണ് ഇടേണ്ടത് കറുവപ്പട്ട, ഗ്രാമ്പു, ഏലക്ക, ഉണക്ക നാരങ്ങ, മാഗി ക്യൂബ്. എന്നിട്ട് ചോറിടുക. ചോറിട്ട് കഴിഞ്ഞിട്ട് 2-3 വിസിൽ എന്നൊക്കെയാണ് ചങ്ങന്മാർ പറഞ്ഞത്. പക്ഷേ ഞാൻ അങ്ങനെയൊന്നുമില്ല, ഞാൻ വെറും 2 വിസിലേ വെക്കലുള്ളൂ. അതില്ലാതെ കൂടുതലൊന്നും വെക്കാറ്. 3 വിസിലൊക്കെ പറയും, പക്ഷേ നമ്മൾ 2 വിസിൽ. ഒരു ഫ്ലാഷ് കത്തുന്നില്ല പടച്ചോനെ, ഇച്ചിരി തോന്നൽ ഉണ്ടാണ്ടാണ്. അപ്പോൾ എന്നിട്ട് കത്തണില്ല കേട്ടോ, എന്നാൽ പോയി അത് ഐഫോണിൻ്റെ. അപ്പോൾ എന്നിട്ട് എന്താ വെച്ച് കഴിഞ്ഞാൽ നേരെ സങ്കടമായി നെഗറ്റീവായി. എന്നിട്ട് നേരെ ചോറ് ഇടുക. ചോറിട്ട് കഴിഞ്ഞ് 2 വിസിലടിക്കുമ്പോൾ ചോറായി കഴിഞ്ഞാൽ അപ്പം തന്നെ ഉപ്പൊക്കെ അപ്പളാട്ടോ നോക്കാക്കരുത്. എൻ്റെ പോലെ ഞാൻ അങ്ങനെ പറയാത്ത ചില കാര്യങ്ങളൊക്കെ ഉണ്ട്, ബേസിക് ആയിട്ടുള്ള കാര്യങ്ങളൊന്നും ഞാൻ അങ്ങനെ പറയാറില്ല. എന്നിട്ട് അത് കഴിഞ്ഞ് നേരെ ഇടുക, വിസിലടിക്കുക. എന്നിട്ട് ബാക്കി മാറ്റി വെച്ച ചിക്കൻ നേരെ ഇതിന് മേലെ ഇടുക, ജസ്റ്റ് കൂട്ടിളക്കുക. കപ്സ, സ്വാദിഷ്ടമായ കപ്സ റെഡി. ഓക്കെ, ഇനി ബാക്കി ഉണ്ടാക്കി കഴിഞ്ഞിട്ട് ഞാൻ ജസ്റ്റ് ഇങ്ങനെ കാണിച്ചു തരാം. ഇനി ചിലപ്പോൾ മേ ബി ഇങ്ങനെ ഇടയ്ക്കിടയ്ക്കേ കാണിക്കുള്ളൂ, മൊത്തം കാണിക്കാതെ സ്റ്റോറേജ് ഒന്നും ഇല്ല എൻ്റെ അടുത്ത്, ആകെ 120 ഉള്ളൂ. അപ്പോൾ ബൈ, അപ്പോൾ അത്രേ ഉള്ളൂ കപ്സ. അപ്പോൾ വീണ്ടും ഞാൻ പറഞ്ഞ പോലെ തന്നെ നമ്മുടെ ചിക്കൻ ആയിട്ടുണ്ട്. ചിക്കൻ എന്താ വെച്ച് കഴിഞ്ഞാൽ ഞാൻ പറഞ്ഞതേപോലെ തന്നെ അങ്ങനെ സാധനം ഉണ്ടാക്കിയിട്ടുണ്ട്. അപ്പോൾ ഞാൻ ഇപ്പോൾ നിങ്ങൾക്ക് ചിക്കൻ കാണിച്ചു തരാം. പുക വരുമോ? യെസ്, ഉണ്ടോ? ഞാൻ അധികം ഒന്നും എടുത്തില്ല, ഒരു 2 ലെഗ് പീസും ഒരു ചെസ്റ്റ് പീസിൻ്റെ ഇതും കുറച്ച് ലെഗ്സും ഇതും കാര്യങ്ങളൊക്കെ. ഓക്കെ, അപ്പോൾ അത്രേ ഉള്ളൂ. ഇനി വേറെ ഒന്നുമില്ല. ഇനി ആ സ്റ്റോക്ക് നമ്മൾ കുറച്ച് വെള്ളം ഒഴിക്കുക, ചോറിക്കനുസരിച്ചുള്ള പാകത്തിന് നോക്കിയിട്ട് വെള്ളം ഒഴിക്കുക. ആ വെള്ളം ഒഴിക്കുക. എന്നിട്ട് അത് കഴിഞ്ഞിട്ട് കുറച്ച് പട്ട, ഗ്രാമ്പു, പച്ചമുളക് കീറിയത്, പിന്നെന്താ മാഗി ക്യൂബ്, ഉണക്കനാരങ്ങ എൻ്റെ അടുത്ത് ഉണ്ടായിരുന്നില്ല, അപ്പോൾ അത് എന്നിട്ട് വെള്ളമൊക്കെ ഒഴിച്ചിട്ട് നേരെ കുക്കർക്ക് ചോറിടുക. സാധനം കഴിഞ്ഞു, നമ്മൾ സ്വാദിഷ്ടമായ കപ്സ റെഡി. പിന്നെ എനിക്ക് പറയാനുള്ളതെന്ന് വെച്ച് കഴിഞ്ഞാൽ
പിന്നെ നമ്മൾ മറ്റേ മോഹൻലാൽ പറഞ്ഞ പോലെ ഞാൻ എന്തുണ്ടാക്കിയാലും ഒരു പ്രത്യേക തരം ടേസ്റ്റാണ്. കാരണം ഞാൻ ഇഷ്ടത്തോടെ ഉണ്ടാക്കുന്നതാണ് ഫുഡ്. പിന്നെ എന്താ വെച്ച് കഴിഞ്ഞാൽ എന്താ പറയുക, ഇപ്പം ഇത് തിളച്ച് കഴിഞ്ഞ് അപ്പം തന്നെ നമ്മൾ ചോറിടും. ചോറിട്ട് കഴിഞ്ഞിട്ട് മാക്സിമം ഒരു 2 വിസിൽ. ഞാൻ അത്ര വെയിറ്റ് ചെയ്യാനുള്ളൂ. ഞാൻ ഒരുപാട് ഇങ്ങനെ വേവിക്കാറില്ല. എൻ്റെ ചോറ് അപ്പം തന്നെ പോകും. കാരണം ഓൾറെഡി എപ്പോഴും കേക്ക് വെച്ച ചോറായതുകൊണ്ട് കുറച്ച് വെള്ളമൊക്കെ പിടിച്ചിട്ട് സെറ്റായിട്ടുണ്ടാവും. ചോറ് ഇപ്പം റെഡിയാവും. ചോറ് വെച്ച് കഴിഞ്ഞിട്ട് ചോറ് ആക്കി കഴിഞ്ഞിട്ട് കുറച്ച് കഴിഞ്ഞിട്ട് ഞാൻ എടുക്കുന്നുള്ളൂ. കാരണം എന്താ വെച്ചാൽ ഓവറായിട്ട് കുളിച്ച് കഴിയുമ്പോഴേക്കൊക്കെ ചോറ് സെറ്റായിട്ടുണ്ടാവും. നേരെ സെറ്റാക്കി എടുക്കുക. ഇപ്പം ചോറ് ഇതാ തിളച്ചുകൊണ്ടിരിക്കുകയാണ്. ഇപ്പം ഞാൻ അരി എടുത്തിട്ടോ. അരിയിലുള്ള പാത്രം നിങ്ങൾ വൃത്തി നോക്കുകയാണെങ്കിൽ അതൊക്കെ ഭയങ്കര വൃത്തിയാണ്. ഓക്കെ, ചോറ് എന്താ വെച്ച് കഴിഞ്ഞാൽ ഞാൻ ഒറ്റക്കായതുകൊണ്ടാണ് അര ഉണ്ടാക്കിയത്. ആരിലൊക്കെ ഉണ്ടെന്നുണ്ടെങ്കിൽ നമുക്ക് 1 കിലോ ഉണ്ടാക്കാം. 1 കിലോ ഉണ്ടാക്കിയിട്ട് കുറേ 8 പേർക്ക് സിമ്പിളായിട്ടേക്കാം. നമ്മളിവിടെ 1 കിലോ കൊണ്ടിട്ട് ബിരിയാണി ഉണ്ടാക്കിയും പണ്ട് ഞാനും അൻഷബും മെച്ചിയാനും ഒക്കെ പാടെ കൂട്ടിയിട്ട്. പിന്നെ അന്ന് പണ്ടാരെ ബിരിയാണി ആയിരുന്നു. ഞാൻ തന്നെ എൻ്റെ ബിരിയാണി കഴിച്ചിട്ട് അന്ന് കൂട്ടിയിട്ടുണ്ട്. കാരണം പണ്ടാര രസമാണ്. അത് എന്താണെന്നറിയില്ല, ആ ടേസ്റ്റ് പിന്നെ ബിരിയാണി ഉണ്ടാക്കില്ല. പിന്നെ ഞാൻ ഹോട്ടലിൽ അരോടി കൂടി ഞാൻ കണ്ടാലൊക്കെ പോയി. കാരണം നമ്മളെ ക്യാൻറ്റീനിൽ പോയാൽ നല്ല ബിരിയാണി കിട്ടാറില്ല. അപ്പോൾ ചോറിട്ട് ജസ്റ്റ് നടക്കുക. എന്നിട്ട് മാഗി ക്യൂബ് ഇട്ടുകൊണ്ട് ഇനി ഉപ്പിടാൻ നിൽക്കരുത്. അത് നമ്മുടെ തോന്നൽ മാത്രമാണ്. നല്ല ടേസ്റ്റ് ഉണ്ട്. ഓക്കെ, ഇത് തിളക്കുക. ചോറിരിക്കുമ്പോൾ നേരെ കുക്കർ അടക്കുക. ഞാൻ വിയർക്കണില്ലേ, ഈ ക്യാമറൻ്റെ ലൈറ്റ് കൊണ്ടാണ്, അല്ലാതെ ഈ കിച്ചണിൽ അടുക്കളയിൽ പണിയെടുത്തുകൊണ്ടൊന്നും. നേരെ അടക്കുക. ഇനി ഒരു 2 വിസിൽ നമ്മൾ ആ ചോറ് ഇപ്പം റെഡിയാവും. അത് ചോറ് ചെയ്യേണ്ടതുണ്ട്. മിക്സിംഗ് ആണ് വെരി വെരി ഇമ്പോർട്ടൻറ്റ്. ഓക്കെ, അപ്പോൾ അത്രേ ഉള്ളൂ. ഞാൻ കുറച്ച് കഴിഞ്ഞ് ചോറ് കാണിച്ചു തരാം, തിന്നതും കാണിച്ചു തരാം, ഒക്കെ കാണിച്ചു തരാം. അപ്പോൾ നമ്മൾ ചോറ് ഏകദേശം ആയിട്ടുണ്ടാവും. അപ്പോൾ ഞാൻ വിസിൽ പോകാൻ വേണ്ടിയിട്ട് ഇങ്ങനെ കാത്തിക്കുകയാണ്. പക്ഷേ വിസിൽ അങ്ങനെ പെട്ടെന്ന് പോകുന്ന വരെ ലാസ്റ്റ് വരെ കാത്തിക്കേണ്ട ആവശ്യമൊന്നുമില്ല. ഇനി നമുക്ക് വിസിൽ കളയാം. വിസിൽ കളഞ്ഞാൽ തന്നെ കാണുന്നുണ്ടെങ്കിൽ തല പോയോ. വൈതാക്കളായതുകൊണ്ട് എനിക്ക് കിട്ടുമെന്നുള്ളൊരു വിശ്വാസമുണ്ട്, ട്രസ്റ്റ് ചെയ്യുന്നുണ്ട്. ചിലപ്പോൾ ചോറ് കൊളാവാം, ചിലപ്പോൾ ചോറ് നന്നാവാം. അതൊന്നും നമ്മളെ കയ്യിലല്ല, അല്ല നമ്മളെ കയ്യിലാണ്. പക്ഷേ ചില സമയത്ത് പാളാം, അതത്രേ ഉള്ളൂ. ചിക്കൻ എന്തായാലും നല്ല രസമുണ്ട്. ശരി പോക്ക വിസിലിപ്പോൾ കഴിഞ്ഞു. ഇപ്പോൾ ഇനി നമുക്ക് തുറന്നു നോക്കാം. ആദ്യം ഞാൻ കാണട്ടെ, കോളാകാണ് നിങ്ങൾക്ക് കാണിച്ചു തരണ്ടല്ലോ. അപ്പോൾ ചോറ് നല്ല പോലെ ആയിട്ടുണ്ട്. എന്താ പറയല്ലേ, നമ്മൾ ചോറാവും. ഇനി ഇത് ഒന്ന് നിന്നിട്ട് വെള്ളം പോവാണ്ട്. ഇപ്പം നിങ്ങൾക്ക് കാണിച്ചിട്ട് ശരി ഇതുണ്ടോ, ഇതിലൊരു വെള്ളമല്ലേ, ഇനി വെള്ളം പോകും ഒന്ന് നിന്നിട്ട്. ഓക്കെ, ഇനി അത് കാണിച്ചു തരാം. ഓക്കെ, കഴിയട്ടെ, ഒന്ന് സെറ്റാകട്ടെ. ഇപ്പം കണ്ടോ നിങ്ങളെ ഞാൻ പറഞ്ഞ ചോറ് വെള്ളം വറ്റിയത്. ഇതിങ്ങനെ ഇനി വെള്ളം വറ്റും. ഓക്കെ, ഒന്ന് വെള്ളം അങ്ങനെ വറ്റാണ്ട്. അപ്പോഴൊക്കെ നമുക്ക് കുളിച്ചിട്ടൊക്കെ സെറ്റായിട്ട് വരാം. ഇനി ഇതിൽ ഇതൊന്ന് മാറ്റിട്ട് കേട്ടോ, ചോറ്റും പാത്രത്തേക്ക് ചിക്കനിലേക്ക് മാറ്റാം. ഇത് കണ്ടോ, ഇതാണ് ഞാൻ ഉണ്ടാക്കിയ കപ്സ. നല്ല പണ്ടാര ഇതിലായിട്ടുണ്ട്. കരുതണ പോലെ ഒന്നുമല്ല, അതൊന്ന് ചൂടാറിയണ്ടല്ലോ, ഇതിൻ്റെ ടേസ്റ്റ് വേറെ തന്നെ ആയിരിക്കും. ഓക്കെ, ഇതാണ് നമ്മുടെ നാട്ടിലെ സിമ്പിൾ കപ്സ, ഹോം മെയ്ഡ്, എല്ലാ സാധനവും ഉണ്ട്. ഓക്കെ, ഇതൊക്കെ കിച്ചന്നെ ഇങ്ങനെ കൊതിയാവണം ഇത് തിന്നാൻ. ഒന്ന് ചൂടാറണം. കപ്സ എപ്പോഴും ഇങ്ങനെ ചൂടാറിയിട്ട് തിന്നുമ്പോൾ വേറെ ടേസ്റ്റാണ്. ഇതിപ്പോൾ നാളെ രാവിലെ ഉണ്ടാവും, നാളെ രാത്രിക്കൊക്കെ ഉണ്ടാവും. പക്ഷെ ഞാൻ ഇന്ന് 2 പീസ് തിന്നണ്ടാണ് ഏകദേശം. ആദ്യം ലെഗ് പീസ് തിന്നേക്കാം, ലെഗ് പീസല്ല മറ്റേ ചെസ്റ്റിൻ്റെ തിന്നേക്കാം. അതാകുമ്പോൾ വയറ് മതിയാണെങ്കിൽ എന്നിട്ട് നമുക്ക് ലെഗ് എടുക്കാമല്ലോ. അപ്പോൾ അത്രേ ഉള്ളൂ. ഫൈനലി ഞാൻ നമ്മൾ ഉണ്ടാക്കിയ കപ്സ റെഡി ആയിട്ടുണ്ട്. ഇത് കണ്ടോ, ഈ ചിക്കനൊക്കെ കണ്ടങ്ങൾ ഇങ്ങനെ പോവും. ഓക്കെ, ചോറും കണ്ടോ
അതാണ് ചോറിൻ്റെ ടെക്സ്ചർ. ഒയ്യോ ജ്യൂസ് ഭയങ്കര രസമാണ്. അപ്പോൾ എന്തായാലും അത്രേ ഉള്ളൂ. ഇനി ഇതൊക്കെ കഴിച്ച് കഴിഞ്ഞിട്ട് കാണിച്ചു തരാം എന്നല്ല, നമുക്ക് പിന്നെ എപ്പോഴും വരാം. ഓക്കെ, അപ്പോൾ അത്രേ ഉള്ളൂ.